വളക്കൈ കൊയ്യം വേളം റോഡിന് ശാപമോക്ഷമുണ്ടാകുമോ? ശാപമോക്ഷം കാത്ത് നിൽക്കുകയാണ് ഒരുപറ്റം ജനങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് റോഡ് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ റോഡേത് തോടേത് എന്നറിയാതെ നട്ടം തിരികെയാണ് കൊയ്യത്തുള്ള നിവാസികൾ. ചെളിക്കുഴികളിൽ കല്ലു നിരത്തി കൊയ്യത്ത് UDF പ്രതിഷേധം. വളക്കെ കൊയ്യം വേളം റോഡിലെ കൊയ്യം ടൗണിൽ വേറിട്ട പ്രതിഷേധവുമായി UDF. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ കല്ലുകൾ ഇറക്കി നിരത്തിയായിരുന്നു പ്രതിഷേധം. വരും ദിവസങ്ങളിൽ അവശേഷിക്കുന്ന ഭാഗത്തും പണി നടത്തുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. വളക്കയിൽ നിന്ന് വേളം വരെയുള്ള റോഡ് നവീകരിക്കാൻ 11 കോടിയുടെ എസ്റ്റിമേറ്റാണ് മരാമത്ത് വകുപ്പ് തയ്യാറാക്കിയത്. വളക്കെ ടൗൺ മുതൽ കൊയ്യം കാതി വരെയുള്ള ഭാഗം മെക്കാഡൻ ടാറിൽ നടത്തി പൂർത്തിയാക്കി. അപ്പോൾ സർക്കാർ അതിൻ്റെ അകത്തൊരു ശക്തമായ ഇടപെടുന്നില്ലെങ്കിൽ ആ ഫയൽ നീങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി മഴക്കാരായി ഇപ്പോൾ വളരെ രൂക്ഷമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. നടന്നു പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥ റോഡിനെ സംബന്ധിച്ചപ്പോഴുണ്ട്. ഇപ്പോൾ 2 സ്കൂളുകൾ, കൊയ്യം LP സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അതിലേക്കൂടെ നടന്നു പോകുന്നു, പെരുവങ്കൂർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും നടന്നു പോകുന്നവരാണ് അധികവും. അത് കാൽനട പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് റോഡിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്നലെ ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തി. ഒരുപാട് സമരങ്ങൾ പല രീതിയിലും PWD ഓഫീസിന് മുമ്പിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടുള്ള സമരങ്ങൾ ഒരുപാട് നടന്നു. ഇന്നലെ ഒരു കുഴിയടക്കൽ സമരം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നാട്ടുകാരുടെ വക ഒരു സമരം ഇന്നലെ നടന്നു. നാട്ടുകാരുടെ സഹായത്തോടെ കല്ലും ജില്ലയൊക്കെ ഇറക്കിയിട്ടുള്ള ആ കുഴിയടക്കൽ ഒരു പരിപാടി ഇന്നലെ സംഘടിപ്പിച്ചു. അങ്ങനെ നിരന്തര സമരത്തിലാണ് നാട്ടുകാർ. അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം കൊയ്യം ഭാഗത്തുള്ളവരാണ് ഈ റോഡ് തുടങ്ങുമ്പോൾ തന്നെ 10 മീറ്റർ വീതി അനുവദിച്ചുകൊണ്ട് വീടും മതിലുകളും എല്ലാം കടകളൊക്കെ പൊളിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു തുടക്കം കുറിച്ച സ്ഥലമാണ് പോകുന്നത്. അവിടെയാണിപ്പം നാട്ടുകാർക്ക് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് ആ നാട്ടുകാരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഈ കാര്യത്തിൽ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി നാട്ടുകാർ മുന്നോട്ട് പോകാൻ തയ്യാറെടുപ്പിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ MLA അതിൻ്റെ അകത്ത് അസംബ്ലിയിൽ ആ വിഷയം ഉന്നയിക്കാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ MLAയുടെ ഭാഗമാണ് വേളം ഭാഗത്ത് വരുന്നത്. മയ്യിൽ പഞ്ചായത്തിൽപ്പെടുന്ന തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന കുറച്ച് ഭാഗം അതിനകത്ത് ഏകദേശം 2 കിലോമീറ്റർ ദൂരം അവിടെ കിടക്കുന്നുണ്ട്. മാഷ ശ്രദ്ധയിലും നാട്ടുകാർ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമ്മർദ്ദങ്ങളും പറയേണ്ട ഭാഗങ്ങളൊക്കെ എല്ലാ ആളുകളെടുക്കുകയും MLAമാരെടുക്കുകയും മന്ത്രിയെടുക്കുകയും ഒക്കെ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി നാട്ടുകാരുടെ വിഷയം പരിഹരിക്കണം എന്ന രീതിയിലാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു നിർദ്ദേശം വെക്കാനുള്ളത്. പല പ്രാവശ്യം ഇവിടെ ആൾക്കാർ വന്ന് പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അവരുടെയും ശ്രമം ഒരുപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏത് രീതിയിൽ പോയപ്പോഴും ഇതിനൊരു വ്യക്തമായൊരു തീരുമാനം ധനകാര്യ വകുപ്പ് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും ഇതൊരു നമ്മൾ ചോദിക്കുന്നത് ഒരു നിസ്സാര പൈസയാണ്. 80 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്ന 11.5 കോടിയിൽ നിന്നും ഒരു 80 ലക്ഷം രൂപ നമുക്ക് അത് തരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരും പറയുന്നത് ധനകാര്യ വകുപ്പ് ഫയൽ വരാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. താൽക്കാലിക ഒരു മെയിൻ്റനൻസ് വർക്കെങ്കിലും അവിടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനും തയ്യാറാവാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത്. നാട്ടുകാർ തന്നെ ഒരു ശ്രമദാനം എന്ന രീതിയിൽ കുഴിയടക്കൽ എത്രയോ ആളുകൾ നമുക്കറിയാം. വളക്കൈ റൂട്ടിൽ കൊയ്യം വഴി മയ്യിൽ വഴി പോകുന്ന വാഹനങ്ങൾ ആയിരക്കണക്കിനായിരുന്നു. ഈ റോഡിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ചെക്കിക്കടവ് പാലം പൂർത്തീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതിലേക്കൂടെ കടന്നു പോയതാണ്. അതേപോലെ തന്നെ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് മലയോര മേഖലയിലെ ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ് വളക്കൈ കൊയ്യം റോഡ്. അങ്ങനെ ഒരുപാട് നല്ല അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ റോഡ് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലൊരു കണ്ണൂർ ജില്ലയിൽ ഒരു റോഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത്. അതുകൊണ്ട് നിരന്തരമായി ജനങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി ഇതിനൊരു പരിഹാരമുണ്ടാക്കണം, നാട്ടുകാരുടെ വിഷയം പരിഹരിക്കണം. ഈ മഴക്കാലം എങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. എത്രയോ ആളുകൾ വണ്ടി സ്കൂട്ടറുകൾക്കും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അപകടങ്ങൾ എത്രയോ പറ്റി അവിടെ വീണിട്ട് കുഴിയിൽ വീണിട്ട് അങ്ങനെ വലിയ വലിയ കുഴികളാണ് ഇപ്പോൾ റോഡ് കുഴിയായി മാറിയ ഒരു അവസ്ഥയാണ് വളക്കൈ കൊയ്യൻ റോഡിൻ്റെ സ്ഥിതി. അടിയന്തര പ്രാധാന്യത്തോടെ ഇത് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. കൊയ്യം കാതി മുതൽ വേളം വരെയാണ് ഇനി പണി നടത്തേണ്ടത്.
മഴക്കാലം തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് വലിയ ദുരിതമായി. ഇതിപ്പോൾ ഇന്നലെ തന്നെ നാട്ടുകാരെല്ലാം കൂടി ഇടപെട്ടിട്ടാണ് ഇത്തരത്തിൽ ചെറിയ തോതിലെങ്കിൽ ഇപ്പോൾ വളരെ പ്രയാസം എന്ന് പറയുന്നത് 2 വീലറിന് പോലും, അത് നടക്കാൻ പോലും, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ നടക്കാൻ പോലും പറ്റാത്തത്. ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു സ്കൂളാണ്, ആ സ്കൂളിലേക്ക് നടന്നു പോകുന്നതിന് പോലും ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിൽ നമ്മൾ വലിയ വികസനം കൊട്ടിഘോഷിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു എന്തൊക്കെ ഒന്ന് ഞാൻ സ്ഥിരം കണ്ണൂരേക്ക് പോയി വരുന്ന ആളാണ്. ഇങ്ങനെ ഒരു റോഡിൻ്റെ അവസ്ഥ ഇത് വർഷങ്ങളായിട്ടുള്ളത്, അതായതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. ഏറ്റെടുത്തിട്ട് പോലും ഇതാരാണ്, ഇത് കോൺട്രാക്ടറാണോ ഇതിൻ്റെ ഉത്തരവാദി, അല്ല PWD ആണോ, ഇതാരാണെന്നുള്ള ജനങ്ങൾക്ക് പോലും പറ്റാത്ത അവസ്ഥ. ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ ടൈമിൽ ഇവിടുത്തെ MLA അതുപോലെ MP അടക്കം നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നിസ്സഹായാവസ്ഥ പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, കാരണം ഫണ്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അടുക്കുന്ന അന്വേഷിക്കുമ്പോൾ ഫണ്ടെല്ലാം ഓക്കെയായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോൺട്രാക്ടറായിരിക്കാം, അങ്ങനെ കോൺട്രാക്ടറെ അദ്ദേഹത്തിന് അതിൻ്റെ ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കും. UDF പ്രതിഷേധം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. T രാജ്കുമാർ, നാസിർ വളക്കെ, KM ഇബ്രാഹിം, NV രമ്യ, P ദിനേശൻ, റഫീഖ്, മോഹനൻ, അശോകൻ, കരീം, ഹമീദ്, രാജീവൻ, ബാലൻ, സലാം കൊയ്യം, P ഹംസ, രമേശൻ കിഴച്ചാൽ, നവാസ് കൊയ്യം, MV ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. വളരെ ദയനീയമാണ്. കാരണം ഒരുപാട് കാലങ്ങളായി നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഉള്ളത്. ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തി, കാളവണ്ടി സമരം നടത്തി, അതുപോലെ തന്നെ UDFൻ്റെ വക ഡേ നൈറ്റ് മാർച്ച് നടത്തി, PWD ഓഫീസ് ഉപരോധം നടത്തി, ഒരുപാട് സമരമുറകൾ നമ്മൾ നടത്തി. എന്നിട്ടും നമുക്ക് ഒരു ഉപകാരം ആരുടെ പക്കൽ നിന്നും കിട്ടിയിട്ടില്ല. അവസാനം